ഹലോ ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ ഉള്ളത് ദുബായ് കറാമയിലാണ്. കറാമ എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ കറാമ ഗിന്നസ് റെക്കോർഡ് ഇട്ട ഒരു സ്ഥലം കൂടിയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഒരു ചെറിയൊരു സ്ഥലത്ത് ഒരുപാട് റെസ്റ്റോറൻറ്റുകളുള്ള സ്ഥലമാണ്. റെസ്റ്റോറൻറ്റുകൾ ഒരുപാട് പേരെടുത്ത റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. ഇതിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് വൈഡ് റേഞ്ച് എന്ന് പറയുന്ന മദീന വൈഡ് റേഞ്ച് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ്. ഞാനിവിടെ ദുബായിലുള്ള സമയത്ത്, ഇപ്പോൾ ഞാൻ ഷാർജയിലുള്ളത്, ദുബായിലുള്ള സമയത്തൊക്കെ അധികം വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വരുന്നൊരു സ്ഥലമാണ് ഇതിവിടെ. ഇപ്പോൾ ഷാർജയിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങളൊരു 10-15 ആൾക്കാർ കൂടിയിട്ട് വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വന്നതാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് കിടക്കാം. ദുബായിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാത്രി ഉറങ്ങാത്ത ഒരു നഗരം എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ശനിയാഴ്ച രാത്രിയാണ്. വൈഡ് റേഞ്ചിൻ്റെ മുന്നിൽ ഒരുപാട് ആൾക്കാരുണ്ട്. നാളെ ലീവുള്ള ആൾക്കാരും ഇന്ന് ലീവുള്ളവരും നാളെ ലീവുള്ള ആൾക്കാരൊക്കെയാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ വൈഡ് റേഞ്ചിന് മുന്നിൽ ഭക്ഷണം കഴിക്കാണ്ടി വന്നിട്ടുണ്ട്. ഇതിന് പുറത്ത് കുറേ സീറ്റിംഗ് ഉണ്ട്, പിന്നെ ചായയുടെ ഒരു കൗണ്ടറുണ്ട്. ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ ഉള്ളിൽ കയറിയിട്ട് നമ്മളെ വിശേഷങ്ങളൊക്കെ കാണിക്കാം. വൈഡ് റേഞ്ചിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ ഒരുപാട് ആൾക്കാരിവിടെ ഫുഡ് കഴിക്കാനിരിക്കുന്നുണ്ട്. നമുക്കിവിടെ ഡിസ്പ്ലേയിൽ കുറേ ഫിഷൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫിഷ് പൊള്ളിച്ചതും മറ്റുള്ള ക്രാബ് റോസ്റ്റ് കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മൾ 15 പേർക്കുള്ള സീറ്റിംഗ് ഇവിടെയാണ് പറഞ്ഞിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ കലാപരിപാടിയിൽ പങ്കെടുക്കുന്നത് സജീവേട്ടനുണ്ട്, ജിജേഷ്, അബൂബക്കർ, ജിഷ്ണു, ഖാദർ, മൻസൂർ, ഹസൻ ഇമാം, തങ്ങൾ, ഹസൈനാർ, വിഷ്ണു, സനൽ, സൂരജ്. നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ വെച്ചാൽ മട്ടൻ ചട്ടിക്കറിയുണ്ട്, ആവൂല് പൊള്ളിച്ചത്, ക്രാബ് റോസ്റ്റ്, പിന്നെ എനിക്ക് വെള്ളപ്പം, പൊട്ട്, അതെല്ലാം സെയിം തന്നെ. പിന്നെ ഇതാ ബീഫ് ചട്ടിക്കറി. ഇതേതാ ജീപ്പ് മട്ടനല്ല, അത് ബീഫ് ചട്ടിക്കറിയാണ്. കളിയാടും സമയത്ത് മറ്റാരും കാണാതെ കാനത്ത് കഴിച്ചില്ലേ എന്നെ, കാനത്ത് കഴിച്ചില്ലേ പുതുക്ക പെണ്ണുങ്ങൾ വന്നു മുത്തിലങ്ങി പൂക്കൾ കൊണ്ട് അണിയിച്ചില്ലേ എന്നെ, പതുക്കങ്ങൾ അണിയിച്ചില്ലേ വെളുക്കുമ്പം കുളിക്കുവാൻ പോകുന്ന വഴി വെലിക്കൽ നിന്നവനെ. ഫിഷ് പൊള്ളിച്ചത്, ബീഫ് ചട്ടിക്കറി, ക്രാബ്, അപ്പോൾ വെള്ളപ്പം, ബീഫ് ചട്ടിക്കറി, അല്ല ആവോലി, കറുത്ത ആവോലി, ബ്ലാക്ക് ആവോലി പൊള്ളിച്ചത്, പിന്നെ എൻ്റെ ഫേവറേറ്റ് ക്രാബ് റോസ്റ്റ്. ഒരു കഷ്ണം പെട്ടും കൂടി നമ്മൾ ആഡ് ചെയ്ത്. അപ്പോൾ മട്ടൻ ചട്ടിക്കറി കൂടി വന്നിട്ടോ. മട്ടൻ ചട്ടിക്കറി. കളിയാടും സമയത്ത് മറ്റാരും കാണാതെ കാനത്ത് കഴിച്ചില്ലേ എന്നെ, 3 ക്രാബ് റോസ്റ്റും 3 ഫിഷ് പൊള്ളിച്ചതാണ് പറഞ്ഞത്. അപ്പോൾ ഒരു കറി ചെയ്യില്ല, പിന്നെ ഒരു ബീഫ് ചട്ടിക്കറി, മട്ടൻ ചട്ടിക്കറി. പക്ഷേ കറി തേയിലതിൻ്റെ ഒന്നും കൂടി ആഡ് ചെയ്യിച്ചു വരും. പക്ഷേ നമുക്ക് ഈ ജണ്ടിൻ്റെ കൂടെ തന്നെ എന്തുണ്ട്, നല്ല മസാല ഉണ്ട്. ഈ മസാല കൂട്ടിട്ട് തന്നെ നല്ല പുട്ടൊക്കെ നല്ല പിടുത്തം പിടിക്കാം. നല്ല ചൂട് വെള്ളപ്പം ഉണ്ടോ. ഇപ്പോൾ പുട്ട് വെള്ളപ്പം കഴിഞ്ഞു. ഇപ്പോൾ ബട്ടർ നാനും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരു യുദ്ധം കഴിഞ്ഞ മാതിരി എല്ലാം കാര്യമായി ഇവിടെ. ഇവരെ കിച്ചണൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റും ഇവിടെ ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ. റെസ്റ്റോറൻറ്റ് ഉള്ളിലായിട്ടുണ്ട് ഒരു തട്ടുകട സ്റ്റൈലിൽ. ഞങ്ങളിവിടെ വെള്ളപ്പം, പുട്ട്, ചായ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്.
ഇങ്ങനെ അടിപൊളി ഫുഡ് കഴിച്ചിട്ട് പുറത്തിറങ്ങി വിശദമായിട്ട് അതിൻ്റെ ഉള്ളിൽ അങ്ങനെ എടുക്കാൻ പറ്റും. കാരണം നമ്മുടെ അടുത്തൊക്കെ സ്ത്രീകളും വേറെ ഫാമിലീസൊക്കെ ഇരിക്കുന്നതാണ്. അപ്പോൾ അല്ലാണ്ട് വൈകിട്ട് ക്യാമറ ഉപയോഗിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ പുറത്തേക്ക് ഇറങ്ങിയാൽ ഇവിടെ ഒരു ചായയുടെ കൗണ്ടറുണ്ട്. ഇവിടെ ഒരുപാട് സ്നാക്സ് ഐറ്റംസുകളൊക്കെ ഉണ്ട് കേട്ടോ. കേക്ക്, സമൂസ, വട ഐറ്റംസുകളൊക്കെ ഉള്ളവരുണ്ട്. ചായ വന്നിട്ടുണ്ട്. കളിയാടും സമയത്ത് മറ്റാരും ചേട്ടാ നമ്മൾ ചായയാ കാനത്ത് കഴിച്ചില്ലേ ഞാൻ കണ്ണൂക്കാരനുണ്ട്. എടാ എന്താ പേരാ? ഇടുവാ ജിഷ്ണുവാ. ആ ഓക്കെ. നിൻ്റെ പേര് ഗോകുൽ. അപ്പോൾ നമ്മളെ ചായ റെഡി ആയിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ചിട്ട് ഈ ഇവിടെ നിൽക്കുമ്പോൾ ഇതിന് പുറത്തു നിന്നൊരു ചായ കുടിക്കുക ഒരു വൈബാണ്. ഒരുപാട് പ്രാവശ്യം ഞാൻ ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ടുള്ള ഒരാളാണ്. ഒരുപാട് പ്രാവശ്യം എനിക്ക് തോന്നുന്നത് ഒരു 4-5 വർഷം മുമ്പൊക്കെ എല്ലാ മാസം വന്നിട്ട് ആ ടൈമിലൊക്കെ ഞാൻ ഫേസ്ബുക്കിൽ ചർച്ച നടത്താൻ പോകാന്നൊക്കെ പറഞ്ഞിട്ടൊരു പോസ്റ്റൊക്കെ സ്ഥിരം ഇട്ടിരുന്നതാണ്. മാസത്തിൽ ഒരു പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ ഇവിടെ വന്നിട്ടാണ് ആ ചർച്ച നടന്നത്. ചർച്ച വെച്ചാൽ ഫുഡ് കഴിക്കലാണ്. ഞങ്ങൾ എൻ്റെ ഫ്രണ്ട്സ് കൂടി വന്നിട്ട്. അപ്പോൾ ദുബൈയിലെ നൈറ്റ് ലൈഫിലെ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സും ഭക്ഷണം കഴിച്ചതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. ഓക്കെ, ബൈ. കളിയാടും സമയത്ത് മറ്റാരും കാണാതെ കാനത്ത് കഴിച്ചില്ലേ എന്നെ കാനത്ത് കഴിച്ചില്ലേ ചെറു പുതുക്ക പെണ്ണുങ്ങൾ വന്ന് പൂത്തിലങ്ങി പൂക്കൾ കൊണ്ട് പതക്കങ്ങൾ അണിയിച്ചില്ലേ എന്നെ പതക്കങ്ങൾ അണിയിച്ചില്ലേ വെളുക്കുമ്പം കുളിക്കുവാൻ പോകുന്ന വഴി വെക്കി വെളിക്കൽ നിന്നവനെ